Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. Dr. APJ Nursing Academy പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് JIPMER നോർസെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50-60ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നതോടുകൂടി JIPMER എക്സാംസിലെ ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലുള്ള നേഴ്സിംഗ് ക്വസ്റ്റ്യൻസുകളാണെന്നുള്ള ഒരു ഏകദേശം ഐഡിയ കാണും. JIPMERന് 70 മാർക്ക് നേഴ്സിംഗ് ക്വസ്റ്റ്യൻസും 30 മാർക്ക് നോൺ നേഴ്സിംഗ് സബ്ജക്റ്റുകളിൽ നിന്നുമുള്ളതാണ് കേട്ടോ. അപ്പോൾ നോൺ നേഴ്സിംഗ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആൻഡ് അതുപോലെ തന്നെ സിമ്പിൾ മാത്സ് ആൻഡ് നെക്സ്റ്റ് ജനറൽ ഇംഗ്ലീഷ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ മോഡൽ ടെസ്റ്റ് സീരീസുകൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയുള്ള എക്സാംസുകളാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരാം. JIPMER നോർസെറ്റ് മോഡൽ MCQ, അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ പരിചയത്തിൽ ഇതുപോലെ എക്സാംസ് ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി അവരിലും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണുണ്ട്, അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹീറ്റ് സ്ട്രോക്ക് ഒക്കേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Heat stroke occurs when body temperature 98.6 to 100 degree Fahrenheit, 100 to 102 Fahrenheit, 102 to 104 Fahrenheit and above 104 degree Fahrenheit അല്ലെ. അപ്പോൾ നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അത് ഹൈപ്പർ തെർമിയാണ് വരുന്നത് അല്ലെ. ഹൈപ്പർ തെർമി അല്ലെങ്കിൽ ഹൈപ്പർ പൈറേസിയ ലെവലിലാണ് പറയുന്നത്. അപ്പം 105 ഡിഗ്രി എബോ ഉള്ള ഫാരൻഹീറ്റ് ആണ് അല്ലെ. അപ്പം നമുക്ക് 105 കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എബോ 104 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഹീറ്റ് റിലേറ്റ് ചെയ്ത് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക്, ഹീറ്റ് ക്രാംസ്, ഹീറ്റ് എക്സോഷൻ കേട്ടോ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്ന. ഹീറ്റ് സ്ട്രോക്ക് ഹൈപ്പർ പൈറേസിയും, ഹീറ്റ് ക്രാംസ് മസിലിൽ ഇലക്ട്രോൺസ് അല്ലെ ഇലക്ട്രോലൈറ്റ്സിൽ കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ക്രാംസും. ഹീറ്റ് എക്സോഷൻ മീൻസ് പേഷ്യൻ്റ് കംസ് ഫോർ സിവിയർ ഹീറ്റ് ക്രാംസ് ക്യാൻ ലീഡ് ടു ഹീറ്റ് ഷോക്കിലോട്ട് പോകുന്നു അല്ലെ, ഒളിഗൂറിയ ഹൈപ്പോതെർമിയ. ഇവിടെ 2 കേസുകളിലും ഹൈപ്പോതെർമിയാണ് വരുന്നത്, ഇവിടെ ഹൈപ്പർ പൈറേസിയാണ് വരുന്നത്. ഓക്കെ, ഓൾറെഡി എല്ലാം പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരുന്നു. റെക്കോർഡ്സ് ദാറ്റ് റിലേറ്റഡ് ടു ദ ഏജൻസീസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സച്ച് ആസ് ബഡ്ജറ്റ് ഈസ് കോൾഡ് റിസർച്ച് റെക്കോർഡ്സ്, ലീഗൽ റെക്കോർഡ്സ്, ഫിസിക്കൽ റെക്കോർഡ്സ്, ഇലക്ട്രോണിക് റെക്കോർഡ്സ് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ പേറോള്, ബഡ്ജറ്റ്, വൗച്ചർ അല്ലെ, വൗച്ചേഴ്സ്, പർച്ചേസിംഗ് ഓർഡർ അല്ലെ. അപ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ദാറ്റ് റെക്കോർഡ് ഈസ് കോൾഡ് ഫിസിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഫിസിക്കൽ റെക്കോർഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, the proximal connection of metatarsal bone and tarsal bone make up the transa-metatarsal joint complex commonly referred to as അല്ലെ. അപ്പോൾ ഇവിടെ ഒരു ജോയിന്റിന്റെ ഒരു അനാട്ടമിക്കൽ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്ഫ്രാൻ ജോയിന്റ്, ചോപ്രാറ്റ്സ് ജോയിന്റ്, കോമ്പൗണ്ട് ജോയിന്റ്, ഫാലങ്സ് ജോയിന്റ്സ് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടാർസലും മെറ്റാടാർസലും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലിസ്ഫ്രാൻസ് ജോയിന്റ് കേട്ടോ. ടാർസൽ ആൻഡ് മെറ്റാടാർസൽ ബോൺസ് ഓഫ് ദ ഫുഡ്, ടാർസലും മെറ്റാടാർസൽ ബോൺസ് ഓഫ് ദ ഫുഡ് കണക്ട് ചെയ്യുന്ന ജോയിന്റ് ആണ് ലിസ്ഫ്രാൻസ് ജോയിന്റ് കേട്ടോ. അപ്പം കുറെ എന്തുണ്ട്, ദർ ഈസ് എ ടാർസൽ ബോണുകളുണ്ട്. ടൈഗർ ക്യൂബ്സ് നീഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കോഡ് ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കാൽക്കേനിയസും ടാർസലും തമ്മിലൊക്കെ കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന ചാർക്കോ പാർട്സ് ജോയിന്റ് കേട്ടോ. ചാക്കോ പാർട്സ്, അതുപോലെ ആ ടൈപ്സ് ജോയിന്റ്സുകളെല്ലാം തന്നെ കോംപ്ലക്സ് ജോയിന്റ് ആണ്. ഫലഞ്ചസിന് ഇടയ്ക്ക് വരുന്ന ഇന്റർ ഫലഞ്ചസ് ജോയിന്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. എനിവേ ഇവിടെ ലിസ്ഫ്രാൻസ് ജോയിന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് കോയിൻ കേട്ടോ. ചോപ്പാർട്സ് ജോയിന്റും കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ജോയിന്റ് എന്നൊക്കെ പറയുന്നത് നേവിക്കുലോ ടാർസൽ ജോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ചാർപോർട്സ് ജോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതും നമ്മുടെ ഫുഡിൽ വരുന്ന ജോയിന്റ് ആണ്. അതുപോലെ ഫാലങ്സ് എന്ന് പറയുമ്പോൾ ഈ ഡിജിറ്റിനിടയ്ക്ക് വരുന്ന ഫലഞ്ചിയൽ ജോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ലിസ്ഫ്രാൻസ് ജോയിന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെ. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ LFTയിൽ നമ്മളിപ്പോൾ എന്തുകൂടെ നോക്കാറുണ്ട്, കൊയാഗുലേഷൻ പ്രൊഫൈലും വരുന്നുണ്ട്, PT, INR, APTT ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ലിവർ ഫംഗ്ഷൻസിൽ പ്രോട്ടീൻ, ആൽബുമിൻ നോക്കാറുണ്ട്, ബിൽറൂബിൻ നോക്കാറുണ്ട്, SGPT നോക്കാറുണ്ട്, SGPT ഉണ്ടാണ്ട്
ആൽബുമിൻ, ഗ്ലോബുലിൻ റേഷ്യോ നോക്കാറുണ്ട്, ആൽബുമിൻ നോക്കാറുണ്ട്, ടോട്ടൽ പ്രോട്ടീൻ നോക്കാറുണ്ട്, ടോട്ടൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ലെവൽ നോക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് വരത്തില്ല, ഗ്യാസ്ട്രിൻ എൻസൈമായ പെപ്സിൻ നോക്കാറില്ല കേട്ടോ. പെപ്സിൻ ഈസ് എക്സ്ക്ലൂഡഡ് ഫോർ ദ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഈസ് കോൾഡ് ഗുഡ് പാസ്റ്റേഴ്സ് സിൻഡ്രം? അല്ലെ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആസിഡ് എന്നുള്ള കോഡ് ഇട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് IgE റിലേറ്റഡ് and C അല്ലെ, C is cell mediated or IgG related and I is immunocomplex IgG plus IgM complex and D is delayed hypersensitivity. It can lead to T cell mediated. ഓക്കെ, അപ്പോൾ അങ്ങനെ കോഡിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. IgEക്ക് എക്സാമ്പിൾ ആണ് എക്സിമ, ഡെർമറ്റൈറ്റിസ് അല്ലെ, സിവിയർ ആയിട്ടുള്ള അനഫൈലാറ്റിക് റിയാക്ഷൻസ് എല്ലാം IgEയിൽ പോവും. IgGയിലാണ് എന്തെന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ടൈപ്സ് ഹീമോലൈറ്റിക് റിയാക്ഷൻ, ഗുഡ് പാസ്റ്റേഴ്സ്, അങ്ങനെ കുറച്ചൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പഠിച്ചോണം. IgG കോംപ്ലക്സിൽ നമ്മൾ ഹൈപ്പർ അക്യൂട്ട് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻസ് അല്ലെ, സീറം സിക്നസ്, ക്ലോമർലാ നെഫ്രൈറ്റിസ് അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. T സെല്ലിൽ മാൻഡോസ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡിലേഡ് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ഗുഡ് പാസ്റ്റേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞ് നമ്മൾ അക്യൂട്ട് ഗ്ലോമർലോ നെഫ്രൈറ്റിസിൽ പഠിപ്പിക്കുന്ന ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് ഗുഡ് പാസ്റ്റേഴ്സ് സിൻഡ്രോം. അത് ഇറ്റ് ഈസ് എ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ 5th സ്റ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് സൈക്കിൾ അല്ലെ, ഡെമോഗ്രാഫിക് സൈക്കിളിൽ നമ്മൾ പല സ്റ്റേജുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ 5th സ്റ്റേജ് എന്ന് പറയുന്ന എന്താണ്, 5th സ്റ്റേജ് ഈസ് എന്താണ്, ഡിക്ലൈൻ സ്റ്റേജ് അല്ലെ. അപ്പോൾ ഇയർലി എക്സ്പാൻഡിങ്, ലേറ്റ് എക്സ്പാൻഡിങ് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റേജുകളുണ്ട്. അതിൽ 5th സ്റ്റേജ് എന്ന് നമ്മൾ വിളിക്കുന്ന എന്താണ്, ഡിക്ലൈൻ സ്റ്റേജ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈ സ്റ്റേഷനറി അല്ലെ, ഹൈ സ്റ്റേഷനറി എന്നുള്ള രീതിയിൽ പഠിക്കും. അതിനുശേഷം അവിടെ ഒരു എയർലി എക്സ്പാൻഡ് അല്ലെ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഒരു എക്സ്പ്രസ് ട്രെയിൻ വന്നു, എയർലി ആയിട്ട് ഒരു എക്സ്പ്രസ് ട്രെയിൻ വന്നു, വീണ്ടും ലേറ്റ് ആയിട്ട് ഒരു എക്സ്പ്രസ് ട്രെയിൻ വന്നു, ലേറ്റ് എക്സ്പാൻഡിങ്, അതിനുശേഷം വീണ്ടും അത് ലേറ്റ് ആയിട്ട് തന്നെ ഒരു സ്റ്റേഷനിലെത്തും, ലേറ്റ് സ്റ്റേഷനറി സ്റ്റേജ്, അതിനുശേഷം ഡിക്ലൈൻ സ്റ്റേജ് കേട്ടോ. അങ്ങനെ നമ്മൾ HELLLD എന്ന് പറഞ്ഞ് ഒരു കോഡാണ് അത് പഠിക്കുന്നത്. അതിൻ്റെ ഓരോ ഡെമോഗ്രാഫിക്കൽ സൈക്കിളിൽ എങ്ങനെയാണ് ഡെത്ത് റേറ്റ് കൂടുന്നത്, എങ്ങനെയാണ് ബർത്ത് റേറ്റ് വരുന്നത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ ഇപ്പോൾ പ്രസന്റ് സ്റ്റേജിൽ ഏതാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ഇൻ കമ്മ്യൂണിറ്റി. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡിക്ലൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ 5th സ്റ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് സൈക്കിൾ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇൻഡെപ്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സ്റ്റഡി ആണ് നമ്മൾ നടത്തുന്നത്. സാധാരണ ഇറ്റ് ഈസ് ഫോർ നോൺ എക്സ്പീരിമെന്റൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്ന കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഡെപ്ത് ഡിസ്ക്രിപ്ഷൻ ഉള്ള സ്റ്റഡിയാണ് അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത് ഇസ് ആൻ എക്സ്പെരിമെന്റൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് സ്റ്റഡിയാണ്. അതുപോലെ കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ കൊഹോർട്ട് ഗ്രൂപ്പുകളിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. അതുപോലെ കേസ് കൺട്രോൾ സ്റ്റഡി അല്ലെ, ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലും ഒരു കൺട്രോൾ ഗ്രൂപ്പിനെയും വെച്ചുകൊണ്ടുള്ള എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് കേസ് കൺട്രോൾ. ഇറ്റ് ഈസ് ഓൾസോ എ ഒബ്ജക്റ്റീവ് സ്റ്റഡി അല്ലെ, അല്ലെങ്കിൽ ഒരു ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നോൺ എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്ന കേസ് റിപ്പോർട്ട് ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി. ഓക്കെ, റിസർച്ചിൽ പഠിപ്പിക്കുമെല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ആൻസർ ഈസ് കേസ് റിപ്പോർട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ് ആർ എക്സാമ്പിൾ ഓഫ് വിച്ച് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത് അല്ലെ. അപ്പോൾ സൂയിസൈഡ് വരുന്ന ആസ് എ പാർട്ട് ഓഫ് ഡിപ്രഷനിലാണ് സൂയിസൈഡ് വരുന്നത്. ഡിപ്രഷൻ ഈസ് എ മെന്റൽ ഡിസോർഡർ. സോ അതുകൊണ്ട് നമുക്ക് സൂയിസൈഡ് എന്തിൽ പോവാം, ഇറ്റ് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് മെന്റൽ ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് മാറും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a complex patient-centered collaborative activity that involving the informations gathering and clinical reasoning with the goal of the determining the patient health problem is called planning, diagnosis, implementation and evaluation അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരേ ഒരു വേർഡേ ഉള്ളൂ, the goal of determining the patient health problem അല്ലെ. determination of patient health problems comes under nursing diagnosis അല്ലെ. nursing diagnosis is the correct answer for this question. Option B is the correct answer. Next question, which of the following is an important complication of copper intrauterine device? Cervical cancer, hypertension, pelvic infection, benign breast disease അല്ലെ. അപ്പോൾ നമ്മൾ കോപ്പർ IUD ആണ്. IUD ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ്, there is an inflammatory changes on the യൂട്രസിൽ വരും. കാരണം ഇൻക്രീസ്ഡ് ഇൻഫിൽട്രേഷൻ ഓഫ് WBC വരും. there is a chance for pelvic infection അല്ലെ. നമ്മൾ പഠിപ്പിച്ചതാണ്. in an important complication of copper intrauterine device. Okay, അപ്പോൾ pelvic infection is the correct answer for this question. Okay, next question ലേക്ക് വരാം.
The person or animal who has been infected with an adult or sexual form of pathogen is called അല്ലെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, ഇൻഡെഫിനിറ്റീവ് ഹോസ്റ്റ്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്, മീഡിയേറ്റ് ഹോസ്റ്റ് അല്ലെ. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്സ് ഹോസ്റ്റുകളെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ സെക്ഷൽ സൈക്കിൾ നടക്കും, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ എന്താണ് അതിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്, അതായത് അസെക്ഷൽ സൈക്കിൾ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സെക്ഷൽ ഫോം എന്ന് തന്നെ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ സെക്ഷൽ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു WHO, difficulty in seeing, hearing, walking or problem solving are the example of which ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഡയമെൻഷൻ അല്ലെ. അപ്പോൾ ഇവിടെ കാഴ്ച കുറവ്, കേൾവി കുറവ്, നടക്കാനുള്ള പ്രോബ്ലം, അതുപോലെ പ്രോബ്ലംസ് സോൾവിങ് ആക്കി അല്ലെ. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കാണിക്കുന്നത് അല്ലെ. അപ്പം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഈസ് ആക്ടിവിറ്റി ലിമിറ്റേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അനാട്ടമിക്കൽ ലോസിനെയാണ് നമ്മൾ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും അനാട്ടമിക്കൽ ലോസ് ഓപ്ഷനിലില്ല, അതുകൊണ്ട് നമുക്ക് ആക്ടിവിറ്റി ലിമിറ്റേഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ് അല്ലെ. ഇറ്റ് ഈസ് ആൻ ഐസൊലേഷൻ, ക്വാറന്റൈനിലൊക്കെയാണ് പാർട്ടിസിപ്പേറ്റീവ് റെസ്ട്രിക്ഷനും ഹൈപ്പർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ലിമിറ്റേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. Which of the following is not a health care delivery indicator അല്ലെ. ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ PSC, CHC, മെഡിക്കൽ കോളേജ്, എനിവേ ഇറ്റ്സ് ആൻ എ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ, ആൾ കംസ് അണ്ടർ ഹെൽത്ത് കെയർ ഡെലിവറി അല്ലെ. അപ്പോൾ അവിടെ എന്തായാലും ഡോക്ടർ പേഷ്യന്റ് കാണും, അല്ലെങ്കിൽ ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ കാണും, അതുപോലെ ഡോക്ടർ നേഴ്സ് റേഷ്യോ കാണും, അതുപോലെ പേഷ്യന്റ് ബെഡ് റേഷ്യോ ഒക്കെ കാണും കേട്ടോ. പക്ഷെ അതിൽ നമുക്ക് ഡിസീസ് ഉൾപ്പെടുത്തത്തില്ല. പോപ്പുലേഷൻ ഡിസീസ് റേഷ്യോ ഇറ്റ് ഈസ് നോട്ട് കംസ് അണ്ടർ ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിക്കേറ്റർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിൽ ആൻസറിൽ എത്താൻ പറ്റും കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് എ ഗിവൻ ടൈം ഓഫ് ഇന്റർവെൽ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് ഗിവൻ നമ്പർ ഓഫ് interval is called proportional mortality rate, crude death rate, death case ratio, cause specific death rate അല്ലെ. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഗിവൻ പീരിയഡ് ഓഫ് ഇന്റർവെൽ അല്ലെ. ഒരു മിഡ് ഇയർ പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു മെയ് മുതൽ ജൂൺ വരെയുള്ള ഒരു ഗിവൻ പർട്ടിക്കുലർ ടൈം പീരീഡ് എടുത്ത് നമ്മൾ പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തിന് ജനറലി നമ്മൾ പറയുന്ന ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. ഈ പ്രൊപ്പോർഷണേറ്റ് ബേസ് നമ്മൾ മോർട്ടാലിറ്റിയെ തരംതിരിക്കുകയാണെങ്കിൽ അല്ലെ, പ്രൊപ്പേഷണൽ ഏജ് സെക്സ് ബേസ് ചെയ്ത് അങ്ങനെ ഓരോ ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ മോർട്ടാലിറ്റി ചെയ്യുമ്പോൾ അത് പ്രൊപ്പോർഷണേറ്റ് എന്നുള്ള രീതിയിൽ വരും. അതുപോലെ ഡെത്ത് ടു കേസ് റേഷ്യോ എന്ന് പറഞ്ഞ് വരത്തില്ല. ഡെത്ത് ടു കേസ് റേഷ്യോ അല്ല ഇവിടെ പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡ് ഇൻ എ ഗിവൻ ടൈം ഇന്റർവെൽ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ കോസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് അല്ലെ, ഒരു ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്പർ ഓഫ് പേഴ്സൺസിന് ഡിസീസ് അഫക്ട് ചെയ്തു, അതിൽ നമ്പർ ഓഫ് പേഴ്സൺ ഡെത്തായി അല്ലെ. അപ്പൊ അങ്ങനെ എടുക്കുന്നതാണ് കോസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ജനറലി ചോദിച്ചുകൊണ്ട് ഇറ്റ് ഈസ് എ ക്രൂഡ് ഡെത്ത് റേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് എ കോമൺ കോസ് ഓഫ് ഫാറ്റി ഡയറിയ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് എ കോമൺ കോസ് ഓഫ് ഫാറ്റി ഡയറിയ അല്ലെ. അപ്പൊ ഫാറ്റി ഡയറിയയുടെ കോമൺ കോസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫാറ്റി ഡയറിയ ഉണ്ടാകാനുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? സ്റ്റീറ്റോറിയ അല്ലെ. സ്റ്റീറ്റോറിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മാലബ്സോർഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ മാലബ്സോർഷനിൽ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സീലിയാക് ഡിസീസ് അല്ലെ. സീലിയാക് ഡിസീസ് ഈസ് എ മാലബ്സോർഷൻ സിൻഡ്രോം. ഓക്കെ, ലാക്ടോസ് ഇൻടോളറൻസിൽ ഓൺലി പ്രോബ്ലം വിത്ത് എന്താണ്? മിൽക്കാണ് അല്ലെ. മിൽക്കുമായിട്ട് പ്രോബ്ലമാണ്. ഇവിടെ ഫുഡ് ഐറ്റം അല്ലെ, ബ്രോ ഡയറ്റുകളെല്ലാം തന്നെ ക്യാൻ ലീഡിങ് ടു എന്തുണ്ടാവും? മാലബ്സോർഷൻ അല്ലെ. അപ്പോൾ സീലിയാക് ഡിസീസ് ആണ് വരുന്നത്. ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷൻ പറയുന്നില്ല, അതുപോലെ സൂക്രോസ് ഇൻടോളറൻസും പറയുന്നില്ല. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് സീലിയാക് ഡിസീസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ മാലബ്സോർഷൻ, ദാറ്റ് ഈസ് ഫാറ്റി ഡയറിയ, സ്റ്റീറ്റോറിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സ് അല്ലെ. നമുക്ക് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സും അറിയാം. എക്സ്ട്രാ സെല്ലുലാറിൽ സോഡിയം ക്ലോറൈഡും ബൈകാർബണേറ്റുമാണ് എക്സസ് വരുന്നത്. ഇൻട്രാസെല്ലുലാറിൽ നമുക്കറിയാം പൊട്ടാസ്യം കൂടുതലാണ്, കാൽസ്യം കൂടുതലാണ്. കാൽസ്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോസ്ഫറസ് ഓൾസോ ഇൻക്രീസ് ആൻഡ് മഗ്നീഷ്യം ഓൾസോ ഇൻക്രീസ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്തണം കാൽസ്യം, ഫോസ്ഫറസ് അല്ലെ, ഈ മൂന്നെണ്ണം നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന. അപ്പോൾ അതുള്ള ഓപ്ഷൻ എടുക്കുക. ഹൈ ലെവൽ ഓഫ് ഫോസ്ഫേറ്റ് ആൻഡ് മഗ്നീഷ്യം, ഹൈ ലെവൽ ഓഫ് low level of phosphate and magnesium, high level of sodium and chloride, high level of bicarbonate അല്ലെ. അപ്പോൾ high level of sodium
ആൻഡ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ പോയി. ഹൈ ലെവൽ ഓഫ് ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ പോയി അല്ല. പിന്നെ ഇൻട്രാ സെല്ലുലാറിൽ എന്തായാലും പൊട്ടാസ്യം ഓപ്ഷൻ ഇല്ല, കാൽസ്യം ഓപ്ഷൻ ഇല്ല, പിന്നെ ഫോസ്ഫേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഫോസ്ഫേറ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഹൈ ലെവൽ ഓഫ് ഫോസ്ഫേറ്റ് ആൻഡ് മഗ്നീഷ്യം ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലെയിൻ ഡിവൈഡ് ദ ബോഡി ഇൻടു ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ അല്ലെ. ബോഡിയെ ആന്റീരിയർ എന്നും പോസ്റ്റീരിയർ എന്നും ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ്? കൊറോണൽ പ്ലെയിൻ അല്ലെ. ബോഡിയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സാജിറ്റൽ അല്ലെ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സാജിറ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ മീഡിയൽ പ്ലെയിൻ അല്ലെ. ഇനി പാരാസാജിറ്റൽ എന്ന് പറയുമ്പോൾ അൺഈക്വലി ബോഡിയെ ഡിവൈഡ് ചെയ്യുന്നു രണ്ട് പ്ലെയിൻ ആയിട്ട് കേട്ടോ. ട്രാൻസ്വേഴ്സ് ഹൊറിസോണ്ടലി ബോഡിയെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഇവിടെ കൊറോണൽ പ്ലെയിൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലീനിങ് ദ ഐ ഓഫ് ഇന്നർ ക്യാന്തസ് ടു ഔട്ടർ ക്യാന്തസ് അല്ലെ. അപ്പം ഐ ഓൾറെഡി ഐ ക്ലീൻ ചെയ്യുന്നത് ഇന്നർ ക്യാന്തസ് ടു ഔട്ടർ ക്യാന്തസ് ആണ്. അപ്പോൾ ഐലിഡിൽ എന്തുണ്ട്? ഐലിഡിൽ സ്മോൾ ഓറിഫൈസ് ഉണ്ട് ത്രൂ ദ ലാക്രിമിനൽ ഡക്റ്റിലോട്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐ ക്യാന്തസ് ഇന്നർ ടു ഔട്ടർ ക്യാന്തസിലോട്ട് എന്ത് ചെയ്യുന്നത്? ഐ മെഡിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ടു പ്രിവെന്റ് കോർണിയൽ ഡാമേജ്, ടു പ്രിവെന്റ് ലാക്രിമിനൽ പഞ്ചം ഇൻഫെക്ഷൻ, ഇൻക്രീസ് ക്രോസ് ഇൻഫെക്ഷൻ, ടു പ്രിവെന്റ് റെറ്റിനൽ ഡാമേജ് അല്ലെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ലാക്രിമിനൽ പഞ്ചം കേട്ടോ. ലാക്രിമിനൽ പഞ്ചം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സ്മോൾ ഓറിഫൈസ് ഓഫ് ഐലിഡ് ദാറ്റ് ഓപ്പൺസ് ടു ലാക്രിമിനൽ ഡക്റ്റ്. ലാക്രിമിനൽ ഡക്റ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്ന സ്മോൾ ഓറിഫൈസ് ആണ് ലാക്രിമിനൽ പഞ്ചം അല്ലെ. അപ്പോൾ ഐ ഡ്രോപ്പ് ഇവിടെ നമ്മൾ ഇന്നർ ടു ഔട്ടർ ക്യാന്തസിലോട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം ഇന്നർ ക്യാന്തസിൽ ഇത് കുറവാണ്. ഔട്ടർ ക്യാന്തസിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഔട്ടർ ക്യാന്തസിൽ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ ക്യാന്തസ് വഴി ഈ ലാക്രിമിനൽ പഞ്ചം വഴി ഇത് നോസിലോട്ട് ട്രെയിൻ ഔട്ട് ചെയ്ത് പോകും കേട്ടോ. അതുകൊണ്ട് ലാക്രിമിനൽ പഞ്ചത്തിലാണ് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ഐ ഡ്രോപ്പ് ഇൻസ്റ്റിൽ ചെയ്യേണ്ടത് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which year was the program Swachh Bharat Abhiyan started to improve the environmental sanitation അല്ലെ. 2014 ഗാന്ധി ജയന്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനൗൺസ് ചെയ്തതാണ് എന്തെന്ന് പറഞ്ഞ സാനിറ്റേഷൻ അല്ലെ, ക്ലീൻ ഇന്ത്യ എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്വച്ഛ് ഭാരത് അഭിയാൻ കേട്ടോ. അപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻസ് പ്രോഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ജിപ്മർ എക്സാം ആസ് വെൽ ആസ് നോർസെറ്റ് എക്സാം. സോ ടു സ്റ്റഡി. ഇപ്പോൾ 2010 അല്ല, 2012 അല്ല, 2014 അല്ല, 2016 അല്ല. സ്വച്ഛ് ഭാരത് അഭിയാൻ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ഓഫ് 2014 is the correct answer. Okay, very good. Next question. Which of the following hallucination called false perception of joint and muscle sense? Visual hallucination, gustatory hallucination, visceral hallucination, kinesthetic hallucination. അല്ലെ. അപ്പോൾ ഇവിടെ ജോയിന്റും മസിലും സെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജോയിന്റിലും മസിൽസിലും എന്ത് ചെയ്യണം? ടച്ച് ചെയ്ത് നോക്കണം അല്ലെ. അപ്പോൾ ത്രൂ ടച്ചിൽ വരുന്ന ഹാലുസിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് എ കൈനസ്തെറ്റിക് ഹാലുസിനേഷൻ കേട്ടോ. അപ്പോൾ കൈനസ്തെറ്റിക് ഹാലുസിനേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ വിസറൽ അല്ല, വിസറൽ ഈസ് ഇന്റേണൽ ഓർഗൻ സെൻസ് ചെയ്യുന്നത്. വിസറൽ ഹാലുസിനേഷൻ ഗസ്റ്റേറ്ററി അല്ലെ. ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ആൻഡ് വിഷ്വൽ എന്ന് പറയുമ്പോൾ വ്യൂ. Okay, the correct answer is option D. Next, psychomotor activities belong to which component of mental status examination? Mental status examination ഏകദേശം 8ഓളം ഓർഡറുകളുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ജനറൽ അപ്പിയറൻസ് ഓഫ് ദ പേഷ്യൻ്റ് ആണ്. അതിൽ നമ്മൾ നോക്കുന്നത് അപ്പിയറൻസ് ഓഫ് ഹൈജീൻ നോക്കാറുണ്ട്, ഇൻക്രീസ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിക്രീസ്ഡ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി അല്ലെ. അപ്പോൾ അതാണ് നോക്കുന്നത് ജനറൽ അപ്പിയറൻസിൽ. അതിൽ ഇൻക്രീസ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംസ് അണ്ടർ ഏതിൽ വരും? അപ്പിയറൻസ് അല്ലെ. അപ്പം സൈക്കോമോട്ടോർ activity belong to which component of mental examination? Appearance, behavior, attitude and level of consciousness കേട്ടോ. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ പറയുന്ന എവിടെയാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ പാർട്ട് ഓഫ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലാണ് കേട്ടോ. പിന്നെ ആറ്റിറ്റ്യൂഡ്സ് ഇമ്പോർട്ടൻസ് ഇല്ല, ബിഹേവിയർ അതുപോലെ തന്നെ അപ്പിയറൻസ് കേട്ടോ. അതൊന്നും അല്ല. ഏകദേശം 9 കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുന്നത്. അതിൽ അപ്പിയറൻസ്, പെർസെപ്ഷൻ, ഹാലുസിനേഷൻസ് അല്ലെ. പെർസെപ്ഷൻ വരാറുണ്ട്, അതുപോലെ തോട്ട് വരാറുണ്ട്, ജഡ്ജ്മെന്റ് വരാറുണ്ട്, ഇൻസൈറ്റ് വരാറുണ്ട്, തിങ്കിങ് വരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് 8ഓളം പോയിന്റ്സ് വെച്ചിട്ടാണ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് അപ്പിയറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, which of the following chemical is called pleasure chemical in the human body? അല്ലെ. പ്ലഷർ കെമിക്കൽ, റിവാർഡ് കെമിക്കൽ, മോട്ടിവേറ്റിംഗ് കെമിക്കൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോറഡ്രിനാലിൻ, ഡോപ്പമിൻ, കോർട്ടിസോൾ, എഫിനെഫ്രിൻ കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലഷർ കെമിക്കൽ അല്ലെങ്കിൽ റിവാർഡ് കെമിക്കൽ കേട്ടോ. റിവാർഡ് കെമിക്കൽ അതുപോലെ തന്നെ
അതുപോലെ തന്നെ മോട്ടിവേഷൻ കെമിക്കൽ അല്ലെ, അല്ലെങ്കിൽ കെമിക്കൽ ഓഫ് വെൽബീയിങ് അല്ലെ, വെൽബീയിങ് കെമിക്കൽ എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതിക്കോണം. ഡോപ്പമിൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് എ പ്ലഷർ കെമിക്കൽ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബോഡി. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ട്രക്ചേർഡ് അസസ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് ഈസ് കോൾഡ് അല്ലെ. അപ്പോൾ ഇവിടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് എടുക്കുകയാണ് അല്ലെ. സ്ട്രക്ചർ ഫംഗ്ഷൻ ഓഫ് പേഷ്യന്റ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സൈക്കാട്രിക്കൽ അസസ്മെന്റ്, ദാറ്റ് ഈസ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കേട്ടോ. അപ്പോൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന്റെ പാർട്ടാണ് എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് അസസ്മെന്റ് അല്ലെ. ജനറൽ ടു ഹെഡ് അസസ്മെന്റ് വരത്തില്ല, ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂം വരത്തില്ല, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ വരും, മെന്റൽ ഇൽനസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല. ഓക്കെ, ജനറൽ ഹെഡ് ടു ടോ എക്സാമിനേഷനിൽ ഫസ്റ്റ് ഹെഡ് അസസ്മെന്റ് അങ്ങനെയാണ് വരുന്നത്. അതിൽ എല്ലാം ഫിസിക്കൽ അസസ്മെന്റ് മാത്രമേ ഉള്ളൂ, ബോഡി ഫംഗ്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ, എബിലിറ്റി ചെക്ക് ചെയ്യത്തില്ല കേട്ടോ. ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂം ഹെൽത്ത് ഹൈ ലെവൽ ടു ഹെൽത്ത് ലോ ലെവൽ, അല്ലെങ്കിൽ ഇൽനസിന്റെ ഹൈ ലെവൽ ടു ലോ ലെവൽ അസസ്മെന്റ് ആണ് ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂത്തിൽ വരുന്നത്. അതും ഇപ്പൊ സാധാരണ പ്രാക്ടീസ് ഒന്നുമില്ല. ഇറ്റ് സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ, ഹിസ്റ്ററി കളക്ഷൻ ആൻഡ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കേട്ടോ. ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. പിന്നെ ചില കേസുകളിൽ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുന്നുണ്ട്. ഇൻ കേസ് ഡിമെൻഷ്യ അല്ലെ, അൽഷിമേഴ്സ് ഒക്കെ ഉള്ളവർക്ക് തിങ്കിങ് അതൊന്നും നമുക്ക് ചോദിച്ച് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ചെക്കിംഗ് ഫോർ ദ മെമ്മറി ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് വെച്ചുകൊണ്ട് സാധാരണ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സൈക്കാട്രിയിൽ പഠിപ്പിക്കും. എനിവേ ആൻസർ ഈസ് ഓപ്ഷൻ സി, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഇയർ ഓഫ് മെയ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഹാൻഡ് വാഷിംഗ് ഡേ ഉണ്ട്, ഹാൻഡ് ഹൈജീൻ ഡേ ഉണ്ട് കേട്ടോ. ഹാൻഡ് ഹൈജീൻ ഡേ ഉണ്ട്, ഹാൻഡ് വാഷിംഗ് ഡേ ഉണ്ട്. ഹാൻഡ് വാഷിംഗ് ഡേ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് October 10 ആണ് നമ്മൾ ഹാൻഡ് വാഷിംഗ് ഡേ. അതുപോലെ May 5 തന്നെയാണ് ഹാൻഡ് ഹൈജീൻ ഡേ എന്ന് വിളിക്കുന്നത് കേട്ടോ. May 5 ഈസ് ഒബ്സർവ്ഡ് ആസ് ഹാൻഡ് ഹൈജീൻ ഡേ എന്ന് പറയുന്നു കേട്ടോ. 15th അല്ല, 25th അല്ല, 13th അല്ല, May 5 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, which of the following practices completely kill and eliminating the microorganisms? Medical abscesses, surgical abscesses, സാനിറ്റേഷൻ, ക്ലീനിങ് അല്ലെ. ഇപ്പൊ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് എന്ന് പറയുമ്പോൾ സീറോ ആണ് അല്ലെ. ഇപ്പൊ സീറോ എലിമിനേഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് എന്താണ്, സർജിക്കൽ അസെപ്സിസ് അല്ലെ. സർജിക്കൽ അസെപ്സിന്റെ പാർട്ടാണ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് ഇന്റർനാഷണലി അവൈലബിൾ കോളറ വാക്സിൻ അല്ലെ. കോളറ വാക്സിൻ ഇന്റർനാഷണലി അവൈലബിൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന അല്ലെ, അല്ലെങ്കിൽ വാട്ടർ ഹാൻഡിൽ ആയിട്ടുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്സിൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ കോളറ വാക്സിൻ, അതായത് ടാബ് കോളറ വാക്സിൻസ് അല്ലെ. ടാബ് കോളറ വാക്സിൻ, അതിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഡക്ക് ഓറൽ വാക്സിൻ കേട്ടോ. ഡക്ക് ഓറൽ വാക്സിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡാപ്റ്റാസിയിൽ നമുക്കറിയാം ഡാപ്റ്റ് വാക്സിൻ എന്ന് വിളിക്കുന്നത്, DPT ആണ് ഡാപ്റ്റ് വാക്സിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. വിവോ ടിഫ് വാക്സിൻ അല്ലെ. ടിഫ് എന്ന് പറയുന്നത് ടൈഫോയിഡ് വാക്സിനെയാണ് വിളിക്കുന്നത് കേട്ടോ. മെനാക്ട മെനിഞ്ചോകോക്കസ് വാക്സിനാണ് മെനാക്ട്ര വാക്സിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡക്റ്റ് ഓറൽ വാക്സിനൈസ് ഈസ് എ എന്താണ് ഓറൽ കോളറ വാക്സിൻ ഇന്റർനാഷണലി അഡ്വൈസ് ഫോർ ദ ഹെൽത്ത് വാട്ടർ അല്ലെ, വാട്ടർ ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിന് അല്ലെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻസ് അല്ലെ, സീവേജ് പ്ലാന്റ് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു റെഗുലർ ആയിട്ട് എടുക്കേണ്ട ഒരു ടാബ് വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത്, കോളറ വാക്സിൻ. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഇസ് എ മിക്സ്ചർ ഓഫ് അല്ലെ. ORS എന്ന് പറയുന്നത് ഹോംലി പ്രിപ്പയർഡ്. ORS എന്ന് പറയുമ്പോൾ 1 liter വാട്ടർ ആൻഡ് എന്താണ് അതിൽ ഷുഗർ അല്ലെ, 1 teaspoon ഷുഗർ അല്ലെങ്കിൽ 5 gram ഷുഗർ. അതുപോലെ എന്ത് ചെയ്യുന്നു, ദർ ഈസ് എ സാൾട്ട് അല്ലെ, ചെറിയ ഒരളവിൽ സാൾട്ടും ചേർക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെ. ക്ലീൻ വാട്ടർ, ഷുഗർ ആൻഡ് സാൾട്ട് അല്ലെ. ക്ലീൻ വാട്ടർ, ഷുഗർ ആൻഡ് ലെമൺ വരത്തില്ല. ക്ലീൻ വാട്ടർ, ലെമൺ, സാൾട്ട് വരത്തില്ല. ലൈം എക്സ്ട്രാക്ട്, ഷുഗർ ആൻഡ് സാൾട്ട് വരത്തില്ല കേട്ടോ. ക്ലീൻ വാട്ടർ, ഷുഗർ ആൻഡ് സാൾട്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in malaria mature trophocyte replicate and disrupt which cell membrane integrity in cause cell lysis അല്ലെ. എർത്രോസൈറ്റോസിസ്, ലൂക്കോസൈറ്റോസിസ്, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പ്ലാസ്മ അല്ലെ. അപ്പൊ മലേറിയയിൽ നമ്മൾ പറയാറുണ്ട് ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെ. ലിവറിലുള്ള മൈക്രോഫൈലേറിയ എന്ത് ചെയ്യും, ലിവറിലുള്ള മലേറിയ എന്ത് ചെയ്യും, ബ്ലഡിൽ വന്നതിന് ശേഷം RBC ലൈസിസ് ഉണ്ടാക്കും അല്ലെ. RBC ലൈസിസ് ഉണ്ടാക്കി എന്ത് ചെയ്യും, എന്താക്കും, ബ്ലീഡിങ് അല്ലെ. ഇന്റേണലി എന്തുണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാക്കും. എനിവേ അതുപോലെ ജോണ്ടിസ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഇവിടെ സെൽ ലൈസിസ് ഉണ്ടാക്കുന്ന ഏതാണ്, ഇറ്റ് ഈസ് ട്രോപ്പോസൈറ്റ്സ് കേട്ടോ. ട്രോപ്പോസൈറ്റ്സ്, മെച്ചർ ആയിട്ടുള്ള ട്രോപ്പോസൈറ്റ്സ് ഹീമോസൈറ്റ്സ് ആയിട്ട് ഹീമോസോയിറ്റ്സ് ആയിട്ട് മാറി എന്തുണ്ടാക്കും, RBC ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി ബ്ലാക്ക് വാട്ടർ ഫീവർ
കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ എ, എർത്രോസൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് പ്ലാസ്മോഡിയം സ്പീഷീസ് കോസസ് കോട്ടൺ ഫീവർ? കേട്ടോ, മലേറിയ പഠിക്കുമ്പോൾ 3 ടൈപ്സ് ഫീവർ ആണ് നമ്മൾ പഠിക്കുന്നത്. കോട്ടിഡിയൻ, ടെർഷേറിയൻ ആൻഡ് കോട്രൻ ഫീവർ. കേട്ടോ, അങ്ങനെ നമ്മൾ 3 ടൈപ്സ് ഫീവർ ആണ് പഠിക്കുന്നത്. കോട്ടിഡിയൻ എവരി സെക്കൻഡ് ഡേയിൽ വരുന്നതാണ്. ടെർഷേറിയൻ എവരി 3rd ഡേ ഫീവർ ആണ്. കോട്ടഡിയൻ എവരി 4th ഡേ ഫീവർ ആണ്. കേട്ടോ, കോട്ടയൻ വരുന്നത് സാധാരണ മലേറിയയ്ക്കും അതുപോലെ കോട്ടേഡിയം വരുന്ന മലേറിയ ഫാൽസിപ്പാരോം, അതുപോലെ ടെർഷേറിയൻ വരുന്ന ഒവേൽ ആൻഡ് വൈവാക്സും, അതുപോലെ 4th ഡേയിൽ വരുന്ന പ്ലാസ്മോഡിയം മലേറിയ. കേട്ടോ, പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറയുന്ന സ്പീഷീസിനുമാണ് വരുന്നത്. കേട്ടോ, ആ മൈക്രോ ഓർഗാനിസത്തിനുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കുക, പ്ലാസ്മോഡിയം മലേറിയ ഇസ് ദ 4th ഡേ, ഒവേൽ ആൻഡ് വൈവാക്സ് ഓൺ 3rd ഡേ, ദാറ്റ് ഈസ് ടെർഷേറിയൻ ഫീവർ, ആൻഡ് 2nd ഡേയിൽ വരുന്ന പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, ദാറ്റ് ഈസ് കോട്ടിഡിയൻ ഫീവർ. കേട്ടോ, അതുകൊണ്ട് ഫാൽസിപ്പാരം ഈസ് വെരി ഡേഞ്ചറസ് മലേറിയ എന്നൊക്കെ വിളിക്കും. ഇത് ക്യാൻ ലീഡിങ് ടു സെറിബ്രൽ മലേറിയ ഉണ്ടാവാനുള്ള റിസ്ക്കും ഉണ്ട്. കേട്ടോ, അപ്പോൾ അത് കുറേ കാര്യങ്ങൾ അതിലോട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഗ്രേസ് ഇൻ ഇന്റർഡിസിപ്ലിനറി പ്രൈമറി കെയർ മോഡൽ? അല്ലെ, പ്രൈമറി കെയർ മോഡൽ ഫോർ ദ ജിറിയാട്രിക്സിന് നമ്മൾ വിളിക്കുന്ന, അവരുടെ പ്രൈമറി കെയറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രേസ്. കേട്ടോ, ജിറിയാട്രിക്സിന് നമ്മൾ എടുക്കുന്ന പ്രൈമറി കെയർ മോഡലാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. കേട്ടോ, ജിറിയാട്രിക് റീഹാബിലിറ്റേഷൻ അസസ്മെന്റ് കെയർ ഓഫ് എൽഡേഴ്സ്, ജിറിയാട്രിക് റിസോഴ്സ് ഫോർ ദ അസസ്മെന്റ് ആൻഡ് കെയർ ഓഫ് എൽഡേഴ്സ്, ആൻഡ് general rehabilitation assessment and care of elders, and general research for the assessment care of elders. അല്ല, അപ്പോൾ ഇവിടെ കറക്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ജിറിയാട്രിക് റിസോഴ്സസ് ഫോർ ദ അസസ്മെന്റ് ആൻഡ് കെയർ ഓഫ് എൽഡേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, ജിറിയാട്രിക് റിസോഴ്സ്, റീഹാബിലിറ്റേഷൻ എഴുതരുത്. ജിറിയാട്രിക് എന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സ്റ്റേജ് അല്ല ജിറിയാട്രിക്സ്, ഇറ്റ് ഈസ് എ കെയറിംഗ് ഏജ് ആണ്. കേട്ടോ, ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിസിക്കൽ തെറാപ്പി ഇൻ മാനേജ്മെന്റ് ഓഫ് പെയിൻ. അല്ലെ, പെയിൻ മാനേജ്മെന്റിനെ നമ്മൾ ഫിസിക്കൽ മാനേജ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എന്ന്. അല്ലെ, ഫിസിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ ഫിസിക്കൽ പിന്നെ സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. അല്ലെ, അപ്പോൾ ഫിസിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ എന്താണ് സാറിന് ആപ്ലിക്കേഷൻ ബൈ മസാജിങ്, അല്ലെ, മസാജിങ് ആപ്ലിക്കേഷൻസ്, കോൾഡ് പാക്കേജ്, അങ്ങനെയുള്ള. ഫാർമക്കോളജിക്കലി ഡ്രഗ് വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അല്ലെ, സൈക്കോളജിക്കൽ മറ്റ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, മ്യൂസിക് തെറാപ്പി, അങ്ങനെയുള്ള മാനേജ്മെന്റ്. കേട്ടോ, എനിവേ പെയിൻ മാനേജ്മെന്റ്, പെയിൻ മെഡിസിൻ ഒരിക്കലും വരത്തില്ല, ഇറ്റ് ഇസ് എ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്. കോൾഡ് പാക്സ് ആൻഡ് മസാജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ തെറാപ്പിയാണ്. അക്വപഞ്ചർ എന്ന് പറയുന്നത് ത്രൂ മെഡിസിനും അല്ലെ ഫാർമക്കോളജിക്കൽ ടൈപ്സിൽ വരുന്നതാണ്. റിലാക്സേഷൻ തെറാപ്പി ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. കേട്ടോ, അപ്പോൾ ഇതിലുള്ള ഫിസിക്കൽ മാനേജ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന കോൾഡ് പാക്സ് ആൻഡ് മസാജ് ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, കോൾഡ് പാക്സ് ആൻഡ് മസാജ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഫാർമക്കോളജിക്കൽ മെഷർ ഈസ് എഫക്റ്റീവ് ഫോർ ട്രീറ്റിംഗ് ന്യൂറോപ്പതിക് പെയിൻ? കേട്ടോ, അപ്പൊ ന്യൂറോപ്പതിക് പെയിൻ എന്താണെന്ന് അറിയണം. ന്യൂറോപ്പതിക് പെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡാമേജ് ഓഫ് ദ എന്താണ് നെർവ് ഡാമേജ്. അല്ലെ, അപ്പം ബ്രെയിനിലുള്ള നെർവ്സുകൾ, അല്ലെന്നുണ്ടെങ്കിൽ സ്പൈനൽ കോഡിലുള്ള നെർവ്സുകൾ, അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള നെർവ്സുകൾ, അല്ലെങ്കിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിലുള്ള നെർവ്സുകൾ. അല്ലെ, നെർവ് ഡാമേജസ് കൊണ്ടുവരുന്ന പെയിനുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോൺ സ്റ്റീറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളാണ് കൊടുക്കുന്നത്. സെറട്ടോണിൻ നോർ അപ്ടേക്ക് റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്, ആന്റി ഹെൽമിൻറ്റിക്സ് ആണ്, ആന്റിബയോട്ടിക്സ് ആണ്. കേട്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഡിപ്രഷന്റെ മെഡിസിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡിപ്രഷന്റെ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ട്രാൻസ്മിഷൻ ഉണ്ട്, സിനാപ്സ്. അല്ലെ, അപ്പൊ സിനാപ്സ് എന്ന് പറഞ്ഞാൽ 2 പോസ്റ്റ് ന്യൂറോൺ പ്രീ ന്യൂറോൺസിന്റെ ഇടയ്ക്ക് വരുന്ന സിനാപ്സ് എന്ന് പറയുന്ന ഏരിയയിൽ എന്ത് ചെയ്യുന്നു, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. കേട്ടോ, അപ്പൊ ഈ ഏരിയയിൽ ഇമ്പൾസ് ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് എന്തെന്ന് പറയുന്നത് സെറട്ടോണിൻ നോൺ എഫിനെഫ്രിൻ റീ അപ്പ് ഇൻടേക്ക്. അല്ലെ, അപ്പൊ ന്യൂറോപ്പതിക് പെയിൻ എന്ന് പറയുമ്പോൾ നെർവ് ഡാമേജ് ആണ്. അല്ലെ, പുതിയ ഒരു ഹെൽത്തി നെർവും ഡാമേജ്ഡ് നെർവും എടുക്കാം. അല്ലെ, അപ്പൊ ഈ ഡാമേജ് ഹെൽത്തി നെർവിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നു, ഈ പെയിൻ ഇമ്പൾസുകൾ വരുന്നത് കാരണം എന്തുണ്ടാകുന്നു, പേഷ്യന്റ് ഹാവിങ് പെയിൻ വരും. അല്ലെ, അപ്പൊ ഈ പെയിനെ എന്ത് ചെയ്യുന്നു, മെറ്റബോളൈസ് ചെയ്യാനായിട്ട് എന്ത് പറ്റും, ഈ സെറട്ടോണിൻ നോർ അപ്ടേക്ക് റീ അപ്ടേക്ക് ഇൻഹിബിറ്ററിലെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യും. കേട്ടോ, അപ്പോൾ അത് പഠിച്ചു വെക്കണം. അങ്ങനെയൊന്നും പഠിക്കണ്ട. ന്യൂറോപ്പതിക് പെയിൻ SSRI ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ്. കേട്ടോ, ഇംപിറാമിൻ അങ്ങനെയൊക്കെ പറയുന്നുള്ള ഡ്രഗ്സുകൾ എന്താണ്, ഇറ്റ് ഈസ് എ ട്രീറ്റ്മെന്റ് ഫോർ ന്യൂറോപ്പതിക് പെയിൻ കൊടുക്കും. കേട്ടോ, അല്ലാതെയുള്ള പെയിനുകൾ, വിസറൽ പെയിൻ, ജോയിന്റ് പെയിനൊക്കെയാണ് നമ്മൾ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്,
വാട്ട് ഈസ് ദ ഗോൾ ഓഫ് നാഷണൽ പോളിസി ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇയർ 2006 അല്ലെ? ഗോൾ ഓഫ് നാഷണൽ പോളിസി ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇയർ അല്ലെ? ഇപ്പം 2006 നാഷണൽ പോളിസി ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആ പോളിസിയിലുള്ള കാര്യങ്ങൾ കേട്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഫിസിക്കൽ സൈക്കോളജിക്കൽ സ്പിരിച്വൽ റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഫിസിക്കൽ സൈക്കോളജിക്കൽ എക്കണോമിക് റീഹാബിലിറ്റേഷൻ വിത്ത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, എഡ്യൂക്കേഷൻ, എക്കണോമിക്സ് കേട്ടോ. നേരത്തെ മെന്റൽ സോഷ്യൽ ഒക്കെ ഇപ്പം ഇല്ല, മെന്റൽ സോഷ്യൽ സ്പിരിച്വൽ ആസ്പെക്റ്റ് ഒന്നും ഇപ്പം ഇല്ല. നാഷണൽ ഹെൽത്ത് പോളിസിയുടെ അപ്ഡേറ്റഡ് ഓഫ് 2006 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, എഡ്യൂക്കേഷണൽ റീഹാബിലിറ്റേഷൻ ആൻഡ് എക്കണോമിക്കൽ റീഹാബിലിറ്റേഷൻ കേട്ടോ. ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. ഫിസിക്കൽ, എഡ്യൂക്കേഷൻ, എക്കണോമിക് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കേട്ടോ. ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മെന്റൽ സോഷ്യൽ ഒക്കെ എഴുതാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എഴുതരുത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ പുതിയ അപ്ഡേഷൻ ആണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എക്കണോമിക് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഓക്കെ. ജെർമിസൈഡ് അപ്ലൈഡ് ഓൺ ലിവിംഗ് സർഫസ് ഈസ് കോൾഡ് അല്ലെ? ആന്റിബയോട്ടിക്സ്, ആന്റിസെപ്റ്റിക്സ്, ആന്റി ടിഷ്യൂസ് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് അല്ലെ? അപ്പൊ ജെർമിസൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ ഓയിൽമെന്റ് അല്ലെ? ഓയിൽമെന്റ് പ്രിപ്പറേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ജെർമിസൈഡ്സ് എന്ന് പറയുന്ന. അപ്പൊ എനിവേ ഇത് നമുക്കറിയാം അനിമേറ്റ് ഒബ്ജക്റ്റും ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റും അല്ലെ? അനിമേറ്റ് ഒബ്ജക്റ്റ്, ഇൻഅനിമേറ്റ്. അനിമേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിവിംഗ് ഒബ്ജക്റ്റും ഇൻഅനിമേറ്റ് ഈസ് നോൺ ലിവിംഗ് ഒബ്ജക്റ്റ് അല്ലെ? അപ്പം ലിവിംഗ് ഒബ്ജക്റ്റിൽ ആന്റിസെപ്റ്റിക്സും നോൺ ലിവിംഗ് ഒബ്ജക്റ്റുകളിൽ ഡിസിൻഫെക്റ്റന്റുമാണ് നമ്മൾ സാധാരണ ജെർമിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഈസ് ജെർമിസൈഡ് എന്ന് പറയുമ്പോൾ ഓൺ ലിവിംഗ് സർഫസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആന്റിസെപ്റ്റിക് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി ബാക്ടീരിയ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് വരുന്നത് അല്ലെ? ആന്റിറ്റോസിസ് കഫ് കുറയ്ക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, dose related adverse drug reaction is called Bisser reaction, Augmented reaction, end of use failure അല്ലെ? ബിസെയർ എന്ന് പറയുമ്പോൾ സിവിയർ കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഡ്രഗിന്റെ ഡോസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതിന് കാരണം ഉണ്ടാകുന്ന ഇൻസിഡന്റ് ഡ്രഗ് റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഓഗ്മെന്റഡ് ഡ്രഗ് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓഗ്മെന്റഡ്, ഇറ്റ് ക്യാൻ ലീഡിങ് ടു ഇൻസിഡന്റ് എയ്തർ ഇൻക്രീസ്ഡ് ഡോസ് ഓർ decreased dose കേട്ടോ. it is called augmented drug reactions, augmented drug reaction. Option B is the correct answer. Next question, vasopressors are the medication that are used to decrease cardiac output and systemic vascular resistance, increase cardiac output and systemic vascular resistance, decrease mean arterial pressure, decrease perfusion of the organs അല്ലെ? അപ്പോൾ വാസോപ്രസിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ BP മെഡിസിൻ ആണ് വാസോപ്രസിൻ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഫസ്റ്റ് അഡ്രിനാലിൻ ഫെയിൽ ആവുകയാണെങ്കിൽ എമർജൻസിയിൽ സെക്കൻഡ് ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് എ വാസോപ്രസിൻ എന്ന് പറയുന്ന ഡ്രഗ്സ് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പോൾ വാസോപ്രസിൻ കൊടുക്കുമ്പോൾ എന്താണ്? ഈ BP ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ BP ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാർഡിയക് ഔട്ട്പുട്ട് ആൾസോ ഇൻക്രീസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പെരിഫറലിൽ നിന്നുള്ള ബ്ലഡ് സെൻട്രലിലോട്ട് എത്തണം അല്ലെ? അപ്പം ഇൻക്രീസ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലിൽ ബ്ലഡ് ഇൻക്രീസ് ആവും അല്ലെ? അപ്പം ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്, ഇൻക്രീസ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് അല്ലെ? അല്ലെങ്കിൽ ഇൻക്രീസ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കേട്ടോ. അപ്പോൾ ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട് ആൻഡ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് റൈസ് ചെയ്യുന്ന ഡ്രഗാണ് എന്തെന്ന് പറയുന്ന വാസോപ്രസിൻ. ഓക്കെ, പഠിപ്പിച്ചതാണ്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് അല്ലെ? ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിന് നമുക്കൊരു കോഡുണ്ട്, ബോയി ദ ക്രൈം എന്ന് പറയുന്ന കോഡുണ്ട്. അതിൽ ഏതായിരിക്കും? റുബല്ല, ഡിപ്തീരിയ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് അല്ലെ? അപ്പോൾ റുബല്ല ക്രൈമിൽ 6 എന്ന് പറയുന്ന എന്താണ്? റുബല്ല വാക്സിൻ ആണ് അല്ലെ? അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് റുബല്ല ഈസ് എ എന്താണ്? ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് കേട്ടോ. ബോയ് ദ ക്രൈം, അതിൽ B എന്താണ്, O എന്താണ്, Y എന്താണെന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓൾറെഡി നിങ്ങൾ നോക്കിക്കോണം. B for BCG, O for OPV, Y for യെല്ലോ ഫീവർ അല്ലെ? T for ടൈഫോയിഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് A, B അല്ലെ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിവേ നോക്കിക്കോണം. ആൻസർ ഈസ് ഓപ്ഷൻ A, റുബല്ല ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which of the following action should be avoided while providing first aid of burns അല്ലെ? ഫസ്റ്റ് എയ്ഡ് ബേൺസിൽ pour running water over the area, remove clothing that is not stuck on the burn area, apply ice over the burned area, extinguishing flame by allowing the patient to roll out the ground അല്ലെ? അപ്പോൾ നമുക്കറിയാം ഒരു ബേൺസ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബേൺസ് ആയുള്ളതിനകത്ത് നമ്മൾ വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ വാട്ടർ വെച്ച് വാഷ് ചെയ്യാറുണ്ട്. 10 to 15 മിനിറ്റ്സ് വാട്ടർ വാഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ക്ലോത്ത്, ബേൺ ഏരിയയിലുള്ള ക്ലോത്ത് റിമൂവ് ചെയ്യരുത്. ബേൺ ഇല്ലാത്ത സ്ഥലത്തെ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അതുകൊണ്ട് റിമൂവ് ദ ക്ലോത്തിങ് ദാറ്റ് ഈസ് നോട്ട് സ്റ്റക്ക് ഓൺ ദ ബേൺഡ് ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ
ഗുഡ് പ്രാക്ടീസ്. അതുപോലെ സ്റ്റിൽ ഫയർ ഓൺ ബോഡി പാർട്ടിൽ ഫയർ ആണെങ്കിൽ ഫയർ ബ്ലാങ്കറ്റ് വെച്ച് എന്ത് ചെയ്യാം, പേഷ്യൻറ്റിന് ടേൺ ഓൺ ദ ഫ്ലോർ അല്ലെ, ഫ്ലോറിൽ കിടന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്ത് അതിനെ എന്ത് ചെയ്യാം, ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. എക്സ്റ്റിങ്വിഷ് ദ ഫ്ലൈം അലവിങ് ദ പേഷ്യൻറ്റ് ടു റോൾ ഡൗൺ ഓൺ ദ ഗ്രൗണ്ട് അല്ലെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഫോർ ദ ബേൺ ആണ്. അതിൽ ഒരിക്കലും അപ്ലൈ ഐസ് ഓവർ ദ ബേൺ ഏരിയ അല്ലെ. എക്സ്പോഷ് ആയിരിക്കുന്ന ബേൺ ഓവറിൽ നമ്മൾ ഐസ് ഏരിയ വെക്കരുത്. ഐസ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഇസ് ഡിക്രീസ് ആവും കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹീലിംഗ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ഐസ് ഓവർ ദ ബേൺഡ് ഏരിയ എന്ന് പറയുന്ന ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, next question. When black and blue marks appears on the skin due to trauma, they are called bruise, necrosis, laryngomernix. കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് നെക്രോസിസ് എഴുതാം, പക്ഷേ ഇവിടെ ബ്ലൂ മാർക്ക് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ മാർക്സ് അപ്പിയേഴ്സ് ഓൺ ദ സ്കിൻ ഡ്യൂ ടു ട്രോമ അല്ലെ. അപ്പം ബ്ലൂ മാർക്ക് വരുമ്പോൾ സംതിങ് ദർ ഇസ് എ ടിഷ്യൂ ഡാമേജ് ഇൻസൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് കോൾഡ് ബ്രൂയിസിസ് അല്ലെങ്കിൽ ഹെമറ്റോമ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്ത് വരുന്നത്, ഇന്റേണലി ടിഷ്യൂ ഡാമേജ് ഉണ്ടാകും അല്ലെ. ഇപ്പം ബ്രൂയിസ് ആണെങ്കിൽ ബ്ലൂ കളറാണ് സാധാരണ പറയുന്നത്, ഹെമറ്റോമ ആണെങ്കിൽ റെഡ് കളറാണ് പറയുന്നത്. നെക്രോസിഡ് ടിഷ്യൂ ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സ്കിൻ അപ്പിയേഴ്സ് ആസ് എ ബ്ലാക്ക് കളറായിട്ട് അപ്പിയർ ചെയ്യും കേട്ടോ. എനിവേ ഇവിടെ നമുക്ക് ബ്ലൂ വന്നതുകൊണ്ട്, ഓപ്ഷനിൽ ബ്ലൂ വന്നതുകൊണ്ട് ബ്രൂയിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പോയിസണിങ് അല്ലെ. ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊടുക്കാറുണ്ട്, ഈവൻ പാരസിറ്റമോൾ പോയിസണിങ് എല്ലാ പോയിസൺസിലും ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് എ യൂണിവേഴ്സൽ ആന്റിഡോട്ട് ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. ഇറ്റ്സ് ആൻ എഫക്റ്റീവ് ആന്റിഡോട്ട്, ഇറ്റ്സ് ആസ് ആൻ ആന്റി എപ്പിലെപ്റ്റിക്, സ്റ്റോപ്പ് ഫർദർ അബ്സോർപ്ഷൻ ഓഫ് പോയിസൺ ഇൻ ടു ദ ബ്ലഡ്, ആക്ട് ആസ് എ സെഡേറ്റീവ്സ് അല്ലേ. അപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ സ്റ്റൊമക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ പോയിസനെ എല്ലാം എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ ബ്ലഡിലോട്ടുള്ള പോയിസന്റെ അബ്സോർപ്ഷൻ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ആക്ഷൻ, സ്റ്റോപ്പ് ഫർദർ അബ്സോർപ്ഷൻ ഓഫ് പോയിസൺ ഇൻ ടു ദ ബ്ലഡിലോട്ട് ത്രൂ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇറ്റ്സ് ആൻ എഫക്റ്റീവ് ആന്റിഡോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എഫക്റ്റീവ് ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ഇതുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പം പാരസിറ്റമോൾ പോയിസണിങ് ആണെങ്കിൽ അതിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ആക്ടിവേറ്റഡ് ചാർക്കോൾ ആയിരിക്കും, സെക്കൻഡ് ആയിരിക്കും യൂണിവേഴ്സൽ ആയിട്ട് സെക്കൻഡ് ആയിട്ടാണ് എഫക്റ്റീവ് ആന്റിഡോട്ടായ എൻ അസറ്റൈൽസിസ്റ്റീൻ അല്ലെങ്കിൽ മ്യൂക്കോമിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഫർദർ അബ്സോർപ്ഷൻ ഓഫ് പോയിസൺ ഇൻ ദ ബ്ലഡ് ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസ് ഡസ് നോട്ട് കോസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് അല്ലെ. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് വരുത്താത്ത വൈറസ് അല്ലെ. അപ്പം ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ സിംറ്റം ഈസ് ഡയേറിയ ആയിരിക്കും അല്ലെ. അപ്പം ഡയറിയ ഉണ്ടാക്കുന്ന വൈറസുകൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്. റോട്ടാ വൈറസ് ഉണ്ടാക്കും, അഡിനോ വൈറസ് ഉണ്ടാക്കും അല്ലെ. അങ്ങനെ കുറേ വൈറസുകൾ ക്യാൻ കോസ് എന്തുണ്ടാക്കും, പിന്നെ കുറെ ഫംഗസ് ഉണ്ട്, ബാക്ടീരിയസ് എല്ലാം പഠിപ്പിച്ചാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം റോട്ടാ വൈറസ് ഉണ്ടാക്കും. ഇൻഫ്ലുവൻസ വൈറസ് എപ്പോഴും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ. അപ്പർ റെസ്പിറേറ്ററി ഇനിഷ്യലി ഫോളോഡ് ബൈ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഇൻഫ്ലുവൻസ വൈറസ് പറയുന്നത് കേട്ടോ. അഡിനോ വൈറസ് ക്യാൻ കോസ് ഡയേറിയ ഇൻ HIV അല്ലെ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആസ്ട്രോ വൈറസ് പഠിപ്പിച്ചിട്ടില്ല. ആസ്ട്രോ വൈറസ് ഓൾസോ കോസ് എന്തുണ്ടാക്കും, ഡയേറിയ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇൻഫ്ലുവൻസ വൈറസ് എന്തുണ്ടാക്കത്തില്ല, gastroenteritis പ്രോബ്ലം ഉണ്ടാക്കത്തില്ല കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ടോക്സിൻ ദാറ്റ് ഈസ് റിലീസ്ഡ് ബൈ H. pylori പെപ്റ്റിക് അൾസർ. പഠിപ്പിച്ചിട്ടില്ല, നോട്ടിൽ ആഡ് ചെയ്തോണം. H. pylori വരുന്ന ടോക്സിൻസ്, H. pylori റിലീസ് ചെയ്യുന്ന ടോക്സിന്റെ പേര് CAG A VAC A എന്നാണ് പറയുന്നത് കേട്ടോ. CAG A VAC A ആണ് കേട്ടോ. COX-1 സാജിയെ സാബി ഫാബി അതൊന്നും വേണ്ട. എനിവേ ജസ്റ്റ് ഒന്ന് H. pylori നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെപ്റ്റിക് അൾസറിന്റെ കോസ് ആയിട്ട് നമ്മൾ H. pylori എന്ന് പറയുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എന്താണ്, ആസിഡ് അല്ലെ. ആസിഡ് എൻവയോൺമെന്റിൽ ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോ pH ലീവ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് എന്തെന്ന് പറയുന്നത് H. pylori കേട്ടോ. അപ്പോൾ H. pyloriയുടെ ട്രിപ്പിൾ തെറാപ്പി, ക്വാഡ്രപ്പിൾ തെറാപ്പി ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ്, കൺഫർമേറ്ററി ടെസ്റ്റുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. H. pylori ടോക്സിന്റെ പേരും കൂടെ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തോണം. CAG A VAC A ടോക്സിൻ ആണ് ഇതിൽ വരുന്നത്. CAG VAC അല്ലെ, പഠിക്കാൻ എളുപ്പമാണ്. CAG VAC toxin. Okay, option C is the correct answer. Next question, a congenital disorder in which the back of the nose is closed is called bilateral atresia, coronal atresia, nasal polyps, deviated nasal sphincter അല്ലെ. കൺജനൈറ്റഡ് ഡിസോർഡർ ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ബാക്ക് ഓഫ് ദ നോസ് എന്ന് പറയുമ്പോൾ എന്താണ്, നേസോ ഫാരിങ്സ് ആണ് ബാക്ക് ഓഫ് ദ നോസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. അപ്പൊ നേസോ ഫാരിങ്സിന് അട്രീഷ്യ വന്നു കഴിഞ്ഞാൽ അല്ലെ, കൺജനൈറ്റഡ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആൻ അട്രീഷ്യ അല്ലെ. അപ്പൊ അട്രീഷ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൊറോണൽ അട്രീഷ്യ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. കൊറോണൽ അട്രീഷ്യ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is called stunting in malnutrition? Low weight for the age, low weight for the height, low weight for the age, overweight. അല്ലെ, അപ്പൊ സ്റ്റണ്ടിങ് അല്ലെങ്കിൽ ഡാർഫിസം എന്ന് പറയുമ്പോൾ നീളം കുറവാണ് അല്ലെ, അതായത് ഹൈറ്റ് ഇല്ല, ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ സിംപിളി കോൾ ഇറ്റ് ആസ് സ്റ്റണ്ടിങ് എന്ന് വിളിക്കുന്നത് അല്ലെ. ലോ ഹൈറ്റ് ഫോർ ദ ഏജ് അല്ലെ, ലോ വെയിറ്റ് ഫോർ ദ ഹൈറ്റിന് അല്ലെ, ഹൈ വെയിറ്റിനനുസരിച്ച് ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? വേസ്റ്റിംഗ് എന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ WHO ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റർ ഫോർ അക്യൂട്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ക്രോണിക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. ഇറ്റ് ഈസ് ലോ, എന്തായിരിക്കും ആൻസർ? ലോ ഹൈറ്റ് ഫോർ ദ ഏജ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ലോ ഹൈറ്റ് ഫോർ ദ ഏജ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, which of the following developmental screening is recommended by American Academy of Pediatrics for the children at the age of 18 to 24 months? അല്ലെ, 1.5 years മുതൽ 24 months എന്ന് പറയുമ്പോൾ 2 വയസ്സ് അല്ലെ, 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന സ്ക്രീനിങ് ഏതാണെന്നാണ് അല്ലെ. ഇപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ്, ഓട്ടിസം സ്പെക്ട്രൽ ഡിസീസ്, ലേണിംഗ് ഡിസീസ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെ. അപ്പോൾ 2 വയസ്സുള്ള കുട്ടികൾക്ക് പറയുന്നത് ചൈൽഡ്ഹുഡ് ഓട്ടിസം ഒന്നും, 2 വയസ്സ് കഴിഞ്ഞ് വരുന്ന അല്ലെ എബോവ് 3 years വെച്ച് നമ്മൾ പറയുന്ന ഇറ്റ് ഈസ് എന്താണ്, സോറി ദിസ് ഈസ് 2 വയസ്സ് 3 വയസ്സിന് ബിഫോർ വരുന്നത് ഇൻഫൻറ്റൈൽ ഓട്ടിസം, 3 വയസ്സിന് എബോവ് ഉള്ള കുട്ടികൾക്ക് എന്താണ്, 3 വയസ്സിന് എബോവ് ഉള്ള കുട്ടികൾക്ക് വരുന്നത് ചൈൽഡ്ഹുഡ് ഓട്ടിസം അല്ലെ. ഇൻഫൻറ്റൈൽ ഓട്ടിസം വീണ്ടും അത് സ്പെക്ട്രം ആയിട്ടൊക്കെ മാറും. റെഡ് സിൻഡ്രം അല്ലെ, റെഡ് സിൻഡ്രം, അസ്പെർഗസ് സിൻഡ്രം എന്നൊക്കെ പറഞ്ഞു ഓട്ടിസം സ്പെക്ട്രം ഓഫ് ഡിസീസ് അല്ലെ. അപ്പോൾ ഈ ഓട്ടിസം സ്പെക്ട്രം ഓഫ് ഡിസീസുകളെ എന്ത് ചെയ്യുന്ന സ്ക്രീൻ ചെയ്യണമെന്നാണ് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 1.5 years to 2 years കേട്ടോ. അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസീസ് ആണ് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, what is the psychosexual development of school age of children 6 years to puberty according to Freud അല്ല. അപ്പോൾ ഫ്രോയിഡിൽ anal സ്റ്റേജ്, ഓറൽ സ്റ്റേജ് അല്ലെ, ഓറൽ സ്റ്റേജ്, anal സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനൈറ്റൽ സ്റ്റേജ് അല്ലെ. അതിൽ ലേറ്റൻസി സ്റ്റേജ് വരുന്നത് അഡോളസൻസ് ഗ്രൂപ്പാണ് അല്ലെ. അപ്പം 6 years to puberty എന്ന് പറയുമ്പോൾ ഒരു അഡോളസൻസ് ഏജ് എത്തി, അപ്പോൾ അത് വരുന്നത് ഇറ്റ് ഈസ് എ ലേറ്റൻസി സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ കോസസ് സിസ്റ്റിസെർക്കോസിസ് ഉണ്ടാക്കുന്ന ഏജന്റ്? ടീനിയ സോളിയം, സജൈനേറ്റ അസൈറ്റിക്ക, സാഫിറ്റ കേട്ടോ. ഇതൊക്കെ ജനറലായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ടീനിയ സോളിയം ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ടീനിയ സോളിയം ആണ് സിസ്റ്റിസെർക്കോസിസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീഡിംഗ് പാർട്ട് ഇൻ ബ്രോ പ്രസന്റേഷൻ അല്ലെ. ബ്രോ പ്രസന്റേഷനിൽ ലീഡിംഗ് പാർട്ട് എന്ന് പറയുന്ന ഫോർ ഹെഡ് ആണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഫോർ ഹെഡിന്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന ബ്രഗ്മ മുതൽ അല്ലെ, ബ്രഗ്മ മുതൽ എവിടം വരെ? ഓർബിറ്റൽ റിച്ച്, സുപ്രാ ഓർബിറ്റൽ റിച്ച് വരെയുള്ള പാർട്ട് അല്ലെ. അപ്പോൾ അതിനാണ് ഫോർ ഹെഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബ്രോ പ്രസന്റേഷൻ ഫോർ ഹെഡ് ആണ് ലീഡിംഗ് പാർട്ടായിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ബിറ്റ്വീൻ ആന്റീരിയർ ഫ്രണ്ടൽ ലൈസ് ബ്രഗ്മ ടു ഓർബിറ്റൽ റിച്ച് അല്ലെ, എബോവ് ദ ഐബ്രോസ് ഇടയ്ക്കുള്ള പാർട്ട് അല്ലെ. അപ്പോൾ അതാണ് ഫോർ ഹെഡ് ഈസ് ദ വരുന്നത്. ഓക്കെ, അക്രോമിയൻ പ്രോസസ് നമ്മൾ ഷോൾഡറിലാണ് പറയുന്നത് അല്ലെ. മെൻഡം എന്നുള്ള രീതിയിൽ, ലാൻഡ് മാർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഡം പറയാറുണ്ട് അല്ലെ. ഫേസ് പ്രസന്റേഷനിൽ നമ്മൾ മെൻഡം പറയാറുണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്വേഴ്സ് ഗ്രൂവ് ഫോർമഡ് ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ യൂട്രൈൻ ഡ്യൂറിംഗ് ഒബ്സ്ട്രക്റ്റഡ് ലേബർ അല്ലെ. ഒബ്സ്ട്രക്റ്റഡ് ലേബറിലും പറയാറുണ്ട്, നോർമൽ ലേബറിലും പറയാറുണ്ട് അല്ലെ. അപ്പൊ നോർമൽ ലേബറിൽ അപ്പർ യൂട്രൈൻ സെഗ്മെന്റ് ലോവർ യൂട്രൈൻ സെഗ്മെന്റും എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ്ലി കൺട്രാക്ട് ചെയ്യും അല്ലെ. അതായത് ഒരു കൺട്രാക്ഷൻസ് പീക്ക് ലെവലിലാകുമ്പോൾ അപ്പർ യൂട്രൈൻ സെഗ്മെന്റും ലോവർ യൂട്രൈൻ സെഗ്മെന്റും ഇൻഡിപെൻഡന്റ്ലി എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ അപ്പർ യൂട്രൈൻ സെഗ്മെന്റിന്റെ കൺട്രാക്ഷൻ പോലെ ആയിരിക്കില്ല ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ കൺട്രാക്ഷൻസ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ കൺട്രാക്ഷൻ റിങ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ റിങ് എന്നൊക്കെ നമ്മൾ വിളിക്കും കേട്ടോ. അതുപോലെ ഒബ്സ്ട്രക്റ്റഡ് ലേബർ വരുവാണെങ്കിൽ അല്ലെ, ബേബിയുടെ ഹെഡ്, നെക്ക്, പിന്നെ ബോഡി അല്ലെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യും? യൂട്രസ് കംപ്രസ്ഡ് ആവും. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ദാറ്റ് ഈസ് കോൾഡ് ബാൻഡിൽസ് റിങ് കേട്ടോ. ബാൻഡിൽസ് റിങ്. ഓക്കെ, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ് ഓൺ OBG. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മെരാൽജിയ പാരസ്തെറ്റിക്ക? മെരാൽജിയ പാരസ്തെറ്റിക്ക കേട്ടോ. കംപ്രഷൻ ഓഫ് ലാറ്ററൽ ഫീമർ ക്യൂട്ടേനിയസ് നെർവ്, കംപ്രഷൻ ഓഫ് ദ മീഡിയൻ നെർവ്, കംപ്രഷൻ ഓഫ് ദ സ്കൈറ്റിക് നെർവ്, കംപ്രഷൻ ഓഫ് നെർവ് ഇൻ ദ ആം ആൻഡ് ഹാൻഡ് കേട്ടോ. ഇത് സാധാരണ ലാറ്ററൽ ഫീമറൽ ക്യൂട്ടേനിയസ് നെർവിന് കംപ്രഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്
മെരാൾജിയ പാരസ്ഥീറ്റിക്ക കേട്ടോ. അപ്പോൾ അത് അതിനകത്ത് തന്നെ ഓപ്ഷനിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇനഫ് കേട്ടോ. കംപ്രഷൻ ഓഫ് ലാറ്ററൽ ഫീമർ ക്യൂട്ടേനിയസ് നെർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജസ് ഓഫ് കാർസിനോമ സെർവിക്സ് ഡസ് ദ ക്യാൻസർ സ്പ്രെഡ് ബിയോണ്ട് ദ പെൽവിസ് ബ്ലാഡർ ആൻഡ് റെക്ടം അല്ലേ. അപ്പം ഇവിടെ ക്യാൻസർ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. CS സെർവിക്സ് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ബിയോണ്ട് പെൽവിസും ബ്ലാഡറും റെക്റ്റവും കഴിഞ്ഞു സ്പ്രെഡ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മെറ്റാസ്റ്റാസിസ്. ഇറ്റ് ഈസ് എ സ്റ്റേജ് 4 CS സെർവിക്സ് അല്ലേ. ഡസ് ദ ക്യാൻസർ സ്പ്രെഡ് ബിയോണ്ട് പെൽവിസ് ബ്ലാഡർ റെക്റ്റം അല്ലേ. അതായത് പെൽവിക് സ്ട്രക്ചറുകളും കഴിഞ്ഞു വീണ്ടും എന്ത് ചെയ്യുന്നു, ഇത് മെറ്റാസ്റ്റാസിസിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് സ്റ്റേജ് 4 അല്ലെങ്കിൽ ഗ്രേഡ് 4 CA സെർവിക്സ് കേട്ടോ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേജ് 1 അല്ല, സ്റ്റേജ് 2 അല്ല, സ്റ്റേജ് 3 അല്ല, സ്റ്റേജ് 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Recurrent miscarriage is also known as recurrent miscarriage, preterm abortion, habitual abortion, complete abortion, incomplete. 3 or more than 3 consecutive abortion is termed as habitual abortion or recurrent miscarriage. Already നോട്ടിലുള്ള പോയിന്റ് ആണ്. ആൻസർ is habitual miscarriage. Next, during the third stages of labor, the uterine muscles contract powerfully and can lead to. During the third stages of labor, the uterine muscle contract powerfully and lead to. Relaxation of tone of blood vessels, profuse bleeding, compression and tone of the blood vessels, formation of pathological ring. അല്ല, ഇവിടെ നമുക്ക് തേർഡ് സ്റ്റേജ് ആണ് വരുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേജിൽ ബേബി ഇല്ല, ഓൺലി ഫോർ ദ പ്ലാസൻ്റ മാത്രമേ ഉള്ളൂ. പ്ലാസൻ്റയിൽ എന്തുണ്ടാകുന്നു, യൂട്രസ്, പ്ലാസൻ്റ ഡെലിവറി ആകുമ്പോൾ യൂട്രസ് എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്ത് വരും. കൺട്രാക്ട് ചെയ്യുമ്പോൾ സ്പൈറൽ ആർട്ടറി എല്ലാം എന്തായും കോയിലിംഗ് ആയിട്ട് ആർട്ടറികളെല്ലാം കോയിലിംഗ് ചെയ്ത് ആർട്ടറിയുടെ ടോൺ എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലേ. അപ്പം നമുക്ക് സിമ്പിളി ഇറ്റ് ഈസ് ദ കംപ്രഷൻ ഓഫ് ദ ടോൺ ഓഫ് ബ്ലഡ് വെസൽസ് കേട്ടോ. അപ്പം ബ്ലഡ് വെസൽസിൻ്റെ ടോൺ കുറഞ്ഞു അല്ലെ, കംപ്രഷൻ ചെയ്യുന്നു അല്ലെ. വീണ്ടും അത് സ്പൈറലായിട്ട് കോയിലിംഗ് ആയിട്ട് മാറി അവിടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നു കേട്ടോ. അപ്പോൾ എനിവേ പ്ലാസൻ്റെ ഡെലിവറി ആവുന്നതാണ് തേർഡ് സ്റ്റേജ്. അപ്പം ഡെലിവറിയിൽ അവിടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന മെക്കാനിസം കേട്ടോ. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആൻസർ ഇസ് കംപ്രഷൻ ഓഫ് ദ ടോൺ ഓഫ് ദ ബ്ലഡ് വെസൽസ്. ഓക്കെ. വിച്ച് ഈസ് ദ റീസൺ ഫോർ ഹാർട്ട് ബേൺ ഡ്യൂറിങ് പ്രഗ്നൻസി? പ്രഗ്നൻസിയിൽ ഹാർട്ട് ബേൺ ഉണ്ടാവാനുള്ള കാരണം റീഗർജിറ്റേഷൻ സ്റ്റൊമക് ആസിഡ് ഇൻ ടു ദ ഈസോഫാഗസ്, excess secretion of bile, hyperemesis gravidum, excess palpitation. അപ്പോൾ റീഗർജിറ്റേഷൻ ഓഫ് സ്റ്റൊമക് ആസിഡ്സ് ഇൻ ടു ദ ഈസോഫാഗസ്, എക്സസ് സെക്രീഷൻ ഓഫ് ബൈൽ, ഹൈപ്പറമെസിസ് ഗ്രാവിഡം അല്ലേ. അപ്പോൾ ഹാർട്ട് ബേൺ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എക്സസീവ് വോമിറ്റിംഗ് ആണ് കാരണം അല്ലേ. അപ്പോൾ എക്സസീവ് വോമിറ്റിംഗ് കാരണം എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്? ആസിഡ് റിഫ്ലക്സ് അല്ലേ. അതായത് HCl എന്തിലും ഈസോഫാഗസിലൊക്കെ വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈസോഫാഗസ് ടച്ച് ചെയ്യുമ്പോൾ ദർ ഈസ് എ ചാൻസ് ഓഫ് പൈറോസിസ് അല്ലെ, അല്ലെങ്കിൽ ഹാർട്ട് ബേൺ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇറഗർജിറ്റേഷൻ ഓഫ് സ്റ്റൊമക് ആസിഡ് ഇൻ ടു ദ ഈസോഫാഗസ് ആണ് ഹാർട്ട് ബേൺ ഡ്യൂറിങ് pregnancy is a minor elements in pregnancy കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, അപ്പോൾ സാധാരണ ക്യാൻഡി അങ്ങനെയൊക്കെ ഉള്ളത് എടുക്കുക, ആ മൈനർ എലിമെന്റ്സ് അവിടെ സോൾവ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, in oogenesis the resumption of meiotic division and release of first polar body occurring അല്ലേ. അപ്പോൾ നമുക്കറിയാം ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ അല്ലേ, ജസ്റ്റ് ബിഫോർ ഓവുലേഷനിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയും അവിടെ സെക്കൻഡറി യൂസൈറ്റ് പ്ലസ് ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സെക്കൻഡറി യൂസൈറ്റ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ഓവം മാറുന്നു, ഒപ്പം തന്നെ രണ്ട് സെക്കൻഡറി പോളാർ ബോഡീസ് അവിടെ ഫോം ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഫസ്റ്റ് പോളാർ ബോഡി എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഓവുലേഷൻ്റെ ടൈമിലാണ് ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് തേർഡ് പോളാർ ബോഡി എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസേഷനിലാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ മെൻസ്ട്രേഷൻ വരത്തില്ല, ഓവുലേഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫെർട്ടിലൈസേഷനിൽ സെക്കൻഡ് തേർഡ് പോളാർ ബോഡീസ് ആണ് ഫോം ചെയ്യുന്നത്, ഇംപ്ലാന്റേഷനിൽ തേർഡ് അല്ലേ. അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓവുലേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നോട്ടിലുണ്ട്. പോയിന്റ് ഓപ്ഷൻ ബി is the correct answer. Next question, which of the following is the modification of team nursing and focus on patient with the geographical location for staff assignment അല്ലേ. അപ്പം നേരത്തെ ഉള്ള ഓൾഡർ മെത്തേഡ് എന്ന് പറയുന്നത് ടീം നേഴ്സിംഗ് ആയിരുന്നു. അതെല്ലാം ഇപ്പം മാറി, ഇപ്പം പ്രൈമറി അല്ലെ മോഡുലാർ നേഴ്സിംഗിലോട്ട് മാറി. ഇപ്പം പ്രൈമറി നേഴ്സിംഗ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള മോഡലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ മോഡുലാർ നേഴ്സിംഗ് മോഡൽ കേട്ടോ. ഹോളിസ്റ്റിക് അല്ല, ഓൾ ആസ്പെക്റ്റ് വരുന്നതാണ് ഹോളിസ്റ്റിക്, ഇൻക്ലൂഡിങ് സ്പിരിച്വൽ ആസ്പെക്റ്റ്. പ്രൈമറി നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ 24 hours പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന നേഴ്സിംഗ് ആണ് പ്രൈമറി നേഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ വില്ലേജ് ഹെൽത്ത് നേഴ്സിംഗ് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് നേഴ്സിംഗ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കറക്റ്റ് ആൻസർ മോഡുലാർ നേഴ്സിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് പ്രൈമറി നേഴ്സിംഗ്? എന്താണ് പ്രൈമറി നേഴ്സിംഗ്? ഈസ് എ ഹ്യൂമൻ സെൻറ്റേർഡ് നേഴ്സിംഗ്, കണ്ടിന്യൂറ്റി നേഴ്സിംഗ്
ആൻഡ് കെയർ ഡെലിവറി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ്, വില്ലേജ് ഹെൽത്ത് നേഴ്സിംഗ് അല്ലെ. അപ്പോൾ പ്രൈമറി നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ 24 hours പേഷ്യന്റിന് കെയർ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രൈമറി നേഴ്സിംഗ് അല്ലെ. അപ്പോൾ 24 hours നേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. അത് കണ്ടിന്യൂറ്റി ഓഫ് നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ 24 hours അല്ലെ. കെയർ ഡെലിവറി ഇൻ ദ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് അല്ലെ. അപ്പോൾ 24 hours നേഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൈമറി നേഴ്സിംഗ് എന്ന് പറയുന്ന. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എ മെത്തേഡ് ഓഫ് ടാലിംഗ് ദ അപ്ഡേറ്റ് ടു ബുക്ക് ബാലൻസ് വിത്ത് ആക്ച്വൽ ഫിസിക്കൽ ബാലൻസ് ഓഫ് ദ മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ ഇൻവെൻട്രി, ടൈപ്സ് ഓഫ് ഇൻവെൻട്രി ടെക്നിക്സുകൾ, അതുപോലെ തന്നെ ഇൻവെൻട്രി ബുക്സ്, അതുപോലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മുടെ അപ്ഡേറ്റ് ബുക്കിലുള്ള സ്റ്റോക്കും ഫിസിക്കൽ ബാലൻസ് അല്ലെ, അവൈലബിൾ ബാലൻസ്, ആക്ച്വൽ ഫിസിക്കൽ ബാലൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു, റീചെക്ക് ചെയ്യുന്നു അല്ലെ. ടാലിങ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, തമ്മിൽ കൗണ്ട് ചെയ്ത് നോക്കുന്നു, ടാലി ചെയ്ത് നോക്കുന്നു അല്ലെ. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ കേട്ടോ. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ അല്ലെ. രജിസ്റ്ററിലുള്ള സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ വെരിഫൈ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് സ്റ്റോക്ക് വെരിഫിക്കേഷൻസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആൻഡ് ICU അല്ലെ, ഇന്റർനാഷണൽ കൗൺസിൽ യൂണിയൻ ഫോർ ദ നേഴ്സസ് ആണ് ICU എന്ന് പറയുന്ന. വാട്ട് ഈസ് ദ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഇൻ ജനറൽ വാർഡ് അല്ലെ. അപ്പോൾ നമ്മൾ ICU എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ജനറൽ വാർഡ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ജനറൽ വാർഡ് സ്പെസിഫൈ ചെയ്താൽ 1:5 അല്ലെങ്കിൽ 1:6 കേട്ടോ. 1:6 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1:2 എന്ന് പറയുന്നത് 1:1 ആൻഡ് 1:2 ഈസ് ICU ആണ്. 1:4 സ്പെഷ്യലൈസ്ഡ് ഏരിയാസിനാണ്. 1:5 and 6 ജനറൽ വാർഡ്. 1:8 ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. 1:6 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദീസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് മെൻഷൻ in the comment box. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്കുണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നോൺ നേഴ്സിംഗ് സബ്ജക്റ്റ് ആണ്. കാരണം ജിപ്മറിൽ നോൺ നേഴ്സിംഗ് സബ്ജക്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു നോൺ നേഴ്സിംഗ്സിന്റെ വീഡിയോസും വളരെ വൈകാതെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നോൺ നേഴ്സിംഗ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കമന്റ് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ഡിസ്ക്രിപ്ഷൻസ് കോളത്തിൽ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്. താങ്ക് യു.